أكبر يا الله أكبر لا إله إلا الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة الأحباء أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم ويعلمن الله الذين صدقوا ويعلمن الكاذبين أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين والذين آمنوا وعملوا الصالحات لنكفرن عنهم ولنجزينهم أحسن الذين كانوا يعملون صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ആളുകളൊക്കെ നാടുകളിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അറഫ സമ്മേളനം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കേണ്ടായി. അതോടൊപ്പം തന്നെ നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മുടെ വിധിക്കായി കാത്തു നിൽക്കുന്ന ആ രംഗത്തെയും അറഫ സമ്മേളനം ഓർമ്മിക്കും. സഹസ്രാബ്ദങ്ങളായി ഇസ്ലാമിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിപ്രധാനമായ ഒരു ആരാധനയാണ്. പല കാലഘട്ടങ്ങളിലും യഥാർത്ഥത്തിൽ അറഫയുടെ യഥാർത്ഥ സ്പിരിറ്റ് അല്ലെങ്കിൽ സത്ത ആഗോളാടിസ്ഥാനത്തിലെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകാറില്ല. എന്നാൽ പലപ്പോഴും അത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ദുഷ്കരമായ കാലഘട്ടങ്ങളിൽ മുമ്പ് കഴിഞ്ഞു പോയതുപോലെ ഉള്ള ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആധുനിക മുസ്ലിം ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് മുസ്ലിം ലോകങ്ങളിൽ പലയിടത്തും അസ്വസ്ഥതകൾ പുകഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല രാജ്യങ്ങളിലും അവരുടെ
ആളുകൾക്ക്, അവിടെയുള്ള പ്രജകൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള പൗരന്മാർക്ക് ശാന്തവും സമാധാനമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. സിറിയയിലായാലും ഇറാഖിലായാലും ലബനോനിലായാലും അതുപോലെ യമനിലായാലും മുസ്ലിങ്ങൾ തന്നെ പരസ്പരം പോരടിച്ച് രക്തം ചിന്തി ആൾനാശം വരുത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയ സംഭവവികാസങ്ങളുടെ ദുരൂഹതകൾ അഴിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ISIS എന്ന് പറഞ്ഞ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം ലോകത്ത് പൊടുന്നനെ ഇങ്ങനെ വരികയും അതിനൊരുപാട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ മുസ്ലിം ലോകത്തു നിന്നും പാശ്ചാത്യ ലോകത്തു നിന്നും അല്ലാത്ത ലോകത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അറബ് മുസ്ലിം ലോകങ്ങളെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നിഗൂഢമായ തന്ത്രത്തിൻ്റെ ഭാഗമാണ് അത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പെട്ടെന്നൊരു ഖലീഫ പ്രത്യക്ഷപ്പെട്ടിട്ട് മുസ്ലിം ലോകത്തെ അങ്ങനെ ഐക്യപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്ന രീതിയിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദുരൂഹമാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരുപാട് ഫിത്നകൾ, പരീക്ഷണങ്ങൾ വരാനുണ്ട്, അത് നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നടക്കുന്നത് പോലെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഹദീസുകളിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണുള്ളത്. സിറിയ സ്ഥാനമാക്കിയിട്ടുള്ള ഒരു വലിയ ജിഹാദി മൂവ്മെൻറ്റും പിന്നീട് ഇമാം മഹദിയുടെ വരവുമൊക്കെ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ദജ്ജാലിൻ്റെ വരവുമൊക്കെ. ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ സംഗതികളൊക്കെ പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 30ഓളം ദജ്ജാലന്മാരുണ്ടാവുന്നു. അപ്പോൾ യഥാർത്ഥ ദജ്ജാൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമല്ലാത്ത സാഹചര്യവും ഉണ്ടാവാം. അതുപോലെ തന്നെ പലതരം മഹദികളും ഉണ്ടാവും. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ മഹദി അൽ മദീനി, മദീനയിൽ നിന്ന് വരുന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായ മുഹമ്മദ് എന്ന മഹദിയെ സംബന്ധിച്ച് ഹദീസുകളിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ വന്ന ആൾ മഹദിയാണെന്നോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളെന്നോ അവകാശപ്പെട്ടില്ല. മാത്രമല്ല അബൂബക്കർ അൽ ബഗ്ദാദി എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നുള്ള. എന്തായിരുന്നാലും അറബ് മുസ്ലിം ലോകത്തിലെ സംഭവവികാസങ്ങൾ വളരെ വേദനാജനകമാണ്. ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് രക്തം ചിന്തുന്നു, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ലോക നേതാക്കളോ അല്ലെങ്കിൽ അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കന്മാരോ ഒന്നും കാര്യഗൗരവത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അറബ് ലോകത്തുള്ള ഒരു ഷൂറ സിസ്റ്റം ഉണ്ടെങ്കിലും മൊത്തം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഷൂറ അല്ല യഥാർത്ഥത്തിൽ പലയിടത്തും ഉള്ളത്. ആധുനിക ജനാധിപത്യമാണ് അറബ് ലോകത്ത് വളരെ ഉത്തമം എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് താരതമ്യേന കമ്പാരിറ്റീവ്ലി ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കണ്ടുപിടിച്ചതിൽ താരതമ്യേന ഭേദപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് പറയാം താത്വികമായി. പക്ഷെ ജനാധിപത്യത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ ഒരുപാട് വർഷങ്ങളായി ജനാധിപത്യം പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോഴും അശരണരും ആലംബഹീനരും ഇരട്ട നീതിയുള്ള ആളുകളും ഈ രാജ്യത്തുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അപ്പം സമ്പൂർണമായും അത് മനുഷ്യനെ നീതിയിലേക്കും ന്യായത്തിലേക്കും നയിക്കുന്ന ഒരു സമ്പ്രദായമാണ് എന്ന് പ്രായോഗികതയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സംഗതി. പക്ഷെ തള്ളിപ്പറയാനില്ല, വേറൊന്നും കാണിക്കാനില്ല എന്നുള്ളതാണ്. അള്ളാഹുനാൽ നിയോഗിക്കപ്പെട്ട മഹാപ്രവാചകൻ, പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്ന ഖുലഫാ റഷീദീങ്ങളുമൊക്കെ കാഴ്ചവെച്ച നീതിയുടെ ഒരു സൽഭരണം ചരിത്രത്തിൽ പലപ്പോഴും അപൂർവമായ സംഭവങ്ങളായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസും അബ്ബാസിയ ഭരണകാലത്തെ ചില ഭരണാധികാരികളും അതുപോലെയുള്ള കുറേ ആളുകളും ആധുനിക ലോകത്തൊരു സലാഹുദ്ദീൻ അയ്യൂബിയൊക്കെ നമുക്ക് എടുത്തു പറയാനുള്ളൂ എന്നുള്ള. മറ്റുള്ള എല്ലാ സംഗതികളും നോക്കിക്കഴിഞ്ഞാലും പൂർണ്ണമായും ശരിയെന്നും നന്മയെന്നും പറയാനാവാത്ത വിധമുള്ള കുരുത്തക്കേടുകളും കുഴപ്പങ്ങളും ഒക്കെ ഖലീഫമാരുടെയും ഭരണാധികാരികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അധികാരം കിട്ടുമ്പോൾ ഏകാധിപത്യ പ്രവണതകളും അക്രമവും അനീതിയും ചെയ്യുക എന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വളരെ സൂക്ഷ്മതയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശ്രദ്ധിക്കുന്ന ഭരണാധികാരിയാവുക എന്നതാണ്. ഞാൻ എൻ്റെ പ്രജകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന സൂക്ഷ്മതാബോധം
നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളൊരു ബോധം. ആ ബോധം ലോക മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ അറഫ സമ്മേളനത്തിൽ മനുഷ്യന്മാരെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിൽക്കാൻ തുടങ്ങി. നാളെ പരലോകത്ത് ഭരണാധികാരിയും അല്ലാത്തവനും സാധാരണക്കാരനും തോട്ടിപ്പണിക്കാരനും പ്രസിഡന്റും ഒക്കെ സമമാണ്. വിവിധ ജാതി വർഗ മത ഭാഷ ദേശ സ്ഥാനമാന വണ്ണ വലിപ്പങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മരിച്ചു പോകുമ്പോൾ പോകുന്ന ആ ശുഭ്രവസ്ത്രം, അതേ വസ്ത്രവും അണിഞ്ഞുകൊണ്ട് ജീവനോടുകൂടി രക്ഷിതാവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരെ സംബന്ധിച്ച് തന്നെ ശരിക്കും ബോധ്യമാകും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ളൊരു ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരം സസൂക്ഷ്മമായ തഖ്വയുള്ള ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴേ ഭൂമിയിൽ യഥാർത്ഥത്തിലുള്ള നീതിയും സാമൂഹ്യ നീതിയും പൗരാവകാശമൊക്കെ സ്ഥാപിക്കപ്പെടുകയുള്ളൂ. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് സത്യപ്രബോധന പ്രവർത്തകർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഒഴിവാക്കാൻ നിവൃത്തിയില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ പറയുന്നു. ഖുതുബ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ പോകുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ വരുന്നില്ല എന്നതുകൊണ്ട് ഖുതുബ നിർത്തിവെക്കാൻ ഈ സമുദായത്തിന് യാതൊരു അർഹതയും അവകാശം ഇല്ലാതാണ്. പറയാനുള്ളത് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക, കേൾക്കാനുള്ളവർ കേൾക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിച്ച രീതിയിൽ ഇവിടെ ഭൂമിയിൽ അവൻ്റെ ദീൻ നടപ്പാവുകയും ചെയ്യും. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന സംഗതി അതാണ്. ഒരു ഇസ്ലാമിക ഭരണക്രമം ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ മനുഷ്യന്മാർ ഒരുപാടുണ്ട്. അവർ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെയും അമലിൻ്റെയും തോതനുസരിച്ച് പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നു. അപ്പോൾ പ്രശ്നം ആഴത്തിൽ ചിന്തിച്ചാൽ വൈയക്തികമാണ്. നാം അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടുന്നുണ്ടോ ഇല്ലേ, രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ള. അപ്പോൾ അവനവൻ്റെ വൈയക്തികമായ തഖ്വയിൽ ഊന്നിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൻ്റെ വിജയപരാജയങ്ങൾ നിലകൊള്ളുന്നത്. ജീവിതം നമ്മൾ തീരുമാനിച്ചതല്ല, നമ്മൾ വിചാരിക്കേണ്ടത് നിൽക്കില്ല. നമ്മളിത് മുമ്പുണ്ടായിരുന്നില്ല, അത് കിട്ടിയതാ. ഇനി യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇത് കടന്നു പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖി. അല്ലയോ മനുഷ്യരെ, വളരെ ക്ലേശത്തോടുകൂടി നിന്റെ രക്ഷിതാവിങ്കിലേക്ക് നടന്നെടുക്കുന്നവനാണ് നീ. അങ്ങനെ ഒടുവിൽ ഫമുലാഖി, അവനുമായി കണ്ടുമുട്ടും. ദിവ്യദർശനം എന്നൊക്കെ പറയാം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ സാധാരണ സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്. ദിവ്യദർശനം എന്നത് എല്ലാ മിത്തോളജിയിലും, ഹിന്ദു മിത്തോളജിയിലും അതുപോലെ തന്നെ ക്രൈസ്തവ മിത്തോളജിയിലും ഇസ്ലാമിക് മിത്തോളജിയിലും ഒക്കെ ലിഖാ, അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. നമുക്ക് ജീവൻ തന്ന, നമുക്ക് ശരീരം തന്ന, നമുക്ക് ആഹാരം തന്ന, നമുക്ക് വളർച്ച തന്ന, നമുക്ക് ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള തൃഷ്ണയും താല്പര്യങ്ങളും തന്ന മഹാരക്ഷിതാവിനെ കാണാനുള്ള ഒരു പുറപ്പാട്. അതാണ് മനുഷ്യന് ഭൂമിയിൽ സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും ഉത്തമമായ, അനുഭൂതിപൂരകമായ, ആസ്വാദ്യദായകമായ ഒരു സംഗതി. അതിൻ്റെ അപ്പുറം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഭൂമിയിൽ നാം കാണുന്ന എല്ലാ സുഖങ്ങളും സ്ഥാനമാനങ്ങളുടെയോ അല്ലെങ്കിൽ ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ധനത്തിൻ്റെയോ ഒക്കെ എല്ലാ സുഖങ്ങളും താൽക്കാലികമായ ഒരു പ്ലഷർ മാത്രമാണ്. അത് ഒരാളിന് കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കാലം, ഒരു നിശ്ചിത കാലത്തിനപ്പുറം അനുഭവിക്കാൻ കഴിയുകയില്ല. അതാണ് അതിൻ്റെ നേച്ചർ. മനുഷ്യൻ്റെ പ്രായത്തിന് വ്യത്യാസം വരും, അതുപോലെ വിഭവങ്ങൾക്കും വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പ്രയാണവീഥിയിൽ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ജീവിത വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. ഇതൊരു പരീക്ഷണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പരീക്ഷണോപാധികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അനന്തമായ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള കഠിനമായ അധ്വാനമാണ്, അതാണ് ജീവിതം. ഫീ കബദ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. നല്ല ക്ലേശം സഹിക്കാൻ പര്യാപ്തമായ നിലയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നല്ല സാമ്പത്തിക ശേഷിയുള്ള, മറ്റെല്ലാ സൗഭാഗ്യങ്ങളുള്ള ആളുകൾക്കും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ, അസ്വസ്ഥതകളുടെ ഇടയിലാണ് ജീവിതം നിലനിൽക്കുന്നത്. പ്രശ്നങ്ങളില്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ല. അസ്വസ്ഥതയില്ലെങ്കിൽ സ്വസ്ഥത എന്നത് മനസ്സിലാക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ അസ്വസ്ഥമായ അന്തരീക്ഷത്തിലൂടെ, നിതാന്തമായ അസ്വസ്ഥതയാണ് ജീവന്റെ മുഖമുദ്ര എന്ന്
ആധുനിക ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്. കാരണം അവർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ സംഗതികളും ഭയങ്കരമായ ചലനത്തിലാണ്. ആ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന ജീവനും അതുപോലെ ചലിച്ചേ പറ്റൂ. ജീവനോടൊപ്പമുള്ള മനസ്സും ആത്മാവും അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കൊരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷത്തിൻ്റെ വളരെ ചെറിയൊരംശം എവിടെയെങ്കിലും മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ സാധ്യമാവുകയില്ല. കോൺസെൻട്രേഷൻ എന്നൊക്കെ സാധാരണ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഏകാഗ്രത. അങ്ങനെ ഒരു സാധനം ഈ ദുന്യാവിലില്ല എന്നുള്ള ഏകാഗ്രമുള്ള ഒരു സംഗതിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒന്നില്ല എന്നുള്ള അഗ്രം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. കാരണം എല്ലാത്തിനും ദ്വയാഗ്രഹമാണ് മിനിമം. ഇത് ഈ അഗ്രം കഴിഞ്ഞാൽ അപ്പുറത്തൊരു അഗ്രം ഉണ്ടാവും. ഇപ്പോൾ ബഹു അഗ്രങ്ങളാണുള്ളത്. ഏകാഗ്രത എന്നത് നമ്മുടെ ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. അത് പ്രായോഗിക ജീവിതത്തിൽ സമ്പൂർണ്ണമായി ആർക്കും കിട്ടൂല എന്നുള്ളത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു പ്രത്യേകത. ഒരു വിഷയത്തിലെ ഏതാണ്ട് ഒപ്പിച്ചു വരാൻ പറ്റുന്ന ഒരു രീതിയിൽ എത്തിച്ചേരുക എന്നതാണ് കമ്മിങ് ടു എ കോമൺ പ്ലാറ്റ്ഫോം എന്നൊക്കെ ഒരു പൊതുവായ ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഏകാഗ്രത ഉണ്ട്. അഗ്രം അതിന് ശരിയായ അർത്ഥം അഗ്രമുള്ള ഒരവസ്ഥ. ഒരഗ്രം മാത്രമുള്ള ഒരു ചിന്ത മനുഷ്യ മനസ്സിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാര്യം മനുഷ്യ മനസ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും നിൽക്കൂല. മനസ്സൊരു സ്ഥലത്ത് നിൽക്കൂല. ജീവൻ നിൽക്കാത്തതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ആറ്റമൊന്നും നിൽക്കാത്തതുപോലെ ഒന്നും നിൽക്കൂല. അപ്പോൾ പ്രശ്നങ്ങൾ നിൽക്കൂല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള തത്രപ്പാടിലായിരിക്കും നമ്മൾ. പ്രാർത്ഥിച്ചോ പ്രവർത്തിച്ചോ പരിഹാരം ഉണ്ടാവും. പരിഹാരം ഉണ്ടായി കഴിയുമ്പോൾ വിചാരിക്കേണ്ട ഇനി പ്രശ്നം വരില്ല എന്ന്. ഉടനെ വേറെ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യന് ഒരു ബല കഴിഞ്ഞാൽ അടുത്ത ബല വെച്ചു. ഒരു പ്രശ്നം കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം. ഇത് അവൻ്റെ അവസാന ശ്വാസം വരെ അവനുണ്ടാകുന്ന ഒരു പ്രത്യേകത. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് തിരമാലയില്ലാത്ത കടൽ പോലെ നിങ്ങൾക്കാകാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. പ്രശ്നം കടൽ എന്നാൽ തിരമാലയാണ് അതിൻ്റെ പ്രത്യേകത. തിരയടിച്ചില്ലെങ്കിൽ കടലിന് അർത്ഥമില്ല, അത് പുഴയായിപ്പോവും. പുഴയിലും ഓളങ്ങളുണ്ടാവും. ഓളങ്ങളില്ലാത്ത പുഴയല്ല. ചലനമില്ലാത്ത ജലം യഥാർത്ഥത്തിൽ ജലമാവില്ല, അത് കെട്ടിനിന്ന് നാശമായി പോകും. അപ്പോൾ ചലിക്കുക എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും അങ്ങനെ വർഷം സുതജിരി ലിമുസ്തഖരില്ല. ഭൂമി സൂര്യനതാ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ എല്ലാം മനുഷ്യ മനസ്സും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നം വരും, ആ പ്രശ്നത്തോടനുബന്ധിച്ച് നമ്മൾ ബേജാറായി വെപ്രളപ്പെട്ട് എനിക്കിനി മരിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. മരണമല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞ ആളുകളെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഈ കൗൺസിലിങ്ങിനൊക്കെ വരും, ഇനി എനിക്ക് മരിക്കാനില്ലാത്ത ഒരു മാർഗ്ഗമില്ല. യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചുള്ള വികലമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നിരാശ ബാധിച്ചു പോകുന്നത്. അതൊരു പരീക്ഷണമാണ്. യാഥാർത്ഥ്യബോധമുണ്ടെങ്കിൽ പരീക്ഷണത്തെ അതിജയിക്കാനുള്ള തൻ്റെ ഉണ്ടാവും. അതുകൊണ്ട് പരീക്ഷണത്തിൻ്റെ വൈവിധ്യമാർന്ന വിവിധ രൂപങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ പരീക്ഷണത്തിൽ അകപ്പെടാതെ ആരെങ്കിലും രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. സൂറത്തുൽ അങ്കബൂത്തിലെ ചില ആയത്തുകളാണ് നിങ്ങളെ ആദ്യം പാരായണം ചെയ്തേൽപ്പിച്ചത്. അലിഫ് ലാം മീം, അത് നമുക്കറിയാവുന്നതാണ്. നമുക്കൊന്ന് അറിഞ്ഞുകൂടാ എന്നറിയാം. അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ എന്നറിയാം. അലിഫ് അള്ളയാണ്, ലാം ജിബിരിയിലാണ്, മീം മുഹമ്മദാണെന്നൊക്കെ ആളുകൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രമുഖരായ പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് ബുദ്ധിക്ക് യോജിക്കുന്നതായി തോന്നിയിട്ട് ഒറ്റ ഈ അക്ഷരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? 10-28 അക്ഷരങ്ങൾ, ചിലർ 29 എന്ന് പറയും. ഈ പ്രത്യക്ഷത്തിൽ കണ്ടാൽ അർത്ഥരഹിതമെന്ന് തോന്നുന്ന ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ വമ്പിച്ച ഖുർആൻ നാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ, ഈ അക്ഷരങ്ങൾ അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള സഹാബാക്കൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. അവരോട് അത്ര പറഞ്ഞാൽ മതി. അപ്പോൾ മറ്റൊരു ചോദ്യം, പിൽക്കാലത്ത് ആൾക്ക് മനസ്സിലാവട്ടെ, അവർക്ക് അത്ര മനസ്സിലായാൽ മതി. അള്ളാഹ് മനസ്സിലാകേണ്ടിയിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വല്ലാണ്ട് ബേജാറാവേണ്ട. അത് മനസ്സിലായില്ലെങ്കിലും ഖുർആൻ മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല. അലിഫ് ലാം മീം. മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ പരീക്ഷിക്കാതെ നാം വിടുമെന്ന് മനുഷ്യന്മാർ ആരെങ്കിലും ധരിച്ചു വശായിട്ടുണ്ടോ? സത്യവിശ്വാസികളാണ്. എങ്ങനെ എല്ലാ ഇടങ്ങേറും എനിക്കാണല്ലോ വരെ, ഞങ്ങൾക്കാണല്ലോ എല്ലാ കുഴപ്പമുണ്ടെന്നാണ് പലരും പറയാറുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ ഫോണിലൂടെ പറഞ്ഞത്, എനിക്ക് ഇടങ്ങേറ് വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാ വരിക. സന്തോഷം വരുമ്പോൾ അത് അറിയില്ല എന്നുള്ളതാണ്. സന്തോഷം പലപ്പോഴും ഒന്നിച്ച് ഒരുപാട് സന്തോഷങ്ങൾ വരും, പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാവില്ല, അത് ശ്രദ്ധിക്കൂല. ഈ ഇടങ്ങേറ് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് രാവിലെ എഴുന്നേറ്റ് കാപ്പി പിടിച്ച് ചായ എടുത്തപ്പോൾ പൊട്ടി വീഴും,
ക്ലാസ് കൊണ്ട് പൊട്ടി. ഓ ഹെഡങ്ങേറൻ. റോഡിലേക്ക് ബസ് പോയി, നാശം തന്നെ. വേറെ തന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന വഴിയിൽ നിന്ന് ടയർ പൊട്ടി. ഇടങ്ങേറൻ്റെ കൊട്ടിയന്നെ. ഇങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് നോക്കിയിട്ട് ഇടങ്ങേറെല്ലാം ഒന്നിച്ചാണ് വരുന്നത് എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാതെയൊന്നുമല്ല നമുക്ക് ഇടങ്ങേറ് ഉള്ളത്. പരീക്ഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുന്നത്. നമ്മളെല്ലാവിധ കാര്യങ്ങളും സ്വന്തം ചെയ്ത് കളയാമെന്നുള്ള ഒരു തൻ്റെ ഇടത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് മനുഷ്യന്മാർ. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ അല്ലേ എന്തെല്ലാം വീരവാദങ്ങൾ. ഭരണാധികാരികളും ചക്രവർത്തിമാരും ഇന്നില്ലെങ്കിലും രാജാക്കന്മാരും നേതാക്കന്മാരും ഈ ജനാധിപത്യത്തിൽ MLA മാരും മന്ത്രിമാരൊക്കെ ഈ പത്രത്തിലൊക്കെ വായിക്കുന്ന കാണില്ലേ. എന്താ അവരുടെ പ്രസ്താവനകൾ കണ്ട ഈ ലോകം ഭരിക്കുന്നത് അവരാണ്, എല്ലാ കാലത്തും അവരിവിടെ ഭരിക്കുന്ന തോന്നുക. അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പരമനിസ്സഹായനായ മനുഷ്യന്റെ വിവരം കേട്ട കുറെ വീർവാദങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ബുദ്ധിയുള്ളവർ ശരിക്കും മനസ്സിലാവുന്നു. മനുഷ്യൻ മഹാനിസ്സഹായനാണ്. അവനെ ആൾക്കൽ റൂഹ കൊണ്ട് പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തെർജനി അത് നിങ്ങളൊന്ന് തിരിച്ചു കൊണ്ടുവരുമോ, അതിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു. പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് നൽകിയിരിക്കുന്നുണ്ട്. ആ കഴിവ് വെച്ചിട്ട് കളിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പടച്ചവനെ ഓർമ്മിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോരത്തിളപ്പുണ്ട് അഹങ്കാരം കൊണ്ട് അത് കഴിയില്ല. അതാണ് നിഷേധം. യഥാർത്ഥം ദൈവനിഷേധം എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് കഴിയുമെന്നൊരു ധാരണ, ഒരു ചിന്താഗതി. ഞാൻ തന്നെയാണ് എൻ്റെ ശക്തിയുടെ ഓണർ, ഞാൻ തന്നെയാണ് എൻ്റെ പണത്തിൻ്റെ ഓണർ, ഞാൻ തന്നെയാണ് എന്ന് വിചാരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വിഡിത്തങ്ങൾ ഇങ്ങനെ വായുതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ദിവസം ഇന്നും പത്രത്തിൽ പലതും കാണുന്നുണ്ട്, പലതും അടിച്ചു വരുന്നുണ്ടെന്നുള്ള. ഞാൻ പറഞ്ഞു വന്നത് അത് ഇവിടെ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ചിന്താഗതിയെ സംബന്ധിച്ച് ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ആ നിസ്സഹായ അവസ്ഥ അവന് ബോധ്യമില്ലാത്ത രീതിയിലാണ് അവൻ കളിക്കുക. അപകടം വരുമ്പോൾ അപ്പോഴാണ് അവന് മനസ്സിലാവുക. അപ്പോൾ പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നത് മനുഷ്യനിങ്ങനെ ഈ കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ ചാടിക്കളയാതിരിക്കാനാണ്. കാര്യങ്ങളെല്ലാം നല്ലവണ്ണം നടന്നു പോകണമെങ്കിൽ അവന് തോന്നും അമ്പട ഞാൻ തിരക്കേടില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു പരീക്ഷണം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പരീക്ഷണം എന്ന് പറയുമ്പോൾ ഒരു തടസ്സം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രയാസം വെച്ചു കൊടുത്താൽ ഇനി ഞാൻ എന്താണ് ചെയ്യുക, അള്ളാഹിനോട് ചോദിച്ചോളൂ. അള്ളാഹ് പറഞ്ഞു നീ അള്ളാഹിനോട് ചോദിച്ചോളൂ. അവസാനം എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാ ഡോക്ടർമാരെ കണ്ട ശേഷം പടച്ചവനെ എത്ര ഡോക്ടർമാരെ കണ്ട് എന്തെല്ലാം മരുന്ന് കഴിച്ച് ഇത് കുറയണില്ല റബ്ബേ, അപ്പോഴാ പോവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നിന്റെ ഒരു ചെരുപ്പിന്റെ വള്ളി അറ്റുപോയാൽ അത് കുത്തിക്കെട്ടുന്നതിന് മുമ്പ് നീ റഷിദാവിനോട് ചോദിക്കുക, ആദ്യമാണ് ചോദിക്കണം. അപ്പോൾ അവൻ പറഞ്ഞൊരു ഇന്ന ഡോക്ടറെ കണ്ടാൽ ഇൽഹാം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ഒടുവിലാണ്, എല്ലാം കഴിഞ്ഞ് നമുക്കൊക്കെ ഉള്ള ഗവേഷണം എല്ലാം കഴിഞ്ഞ ശേഷമാണ് പടച്ചവനടുത്ത് പോകാന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പോകണം, കാരണം പരീക്ഷണം എപ്പോഴും വരും. അതുകൊണ്ട് പരീക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഇന്നാ കുന്നാ മുബ്തലീൻ, നാം പരീക്ഷിക്കുന്നവനാണ്. നബലുക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നത്തുൻ ഇലൈനാ തുർജഊൻ. പരീക്ഷണത്തിൽ തിന്മകൾ മാത്രമല്ല ഉണ്ടാവുക, നന്മകളുണ്ടാവും. നല്ല നിലയിൽ നല്ല സൗഭാഗ്യങ്ങൾ കിട്ടും. മനസ്സിലാവാത്തൊരവസ്ഥയാണത്. തിന്മകളുടെ പരീക്ഷണം പെട്ടെന്ന് മനുഷ്യന് അവൻ്റെ യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടാക്കുകയും അവൻ വിനയാന്വിതനാവുകയും ചെയ്യും. തിന്മകളുണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാകും. വേദന നല്ലൊരു അധ്യാപകനാണ്. വേദന ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ അവൻ സഹായം അന്വേഷിക്കും. പക്ഷേ സമ്പൽ സമർത്ഥമായ ഒരു പരീക്ഷണം വെച്ചാലോ ആ പരീക്ഷണം പലരും തിരിച്ചറിയാറില്ല എന്നുള്ളത്. ഞാൻ എൻ്റെ രക്ഷിതാവിനോട് നല്ല നിലയിലൊക്കെയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല പൈസ, അത്യാവശ്യം സ്ഥാനം, ആളുകൾ നാലാൾ ബഹുമാനിക്കാറുണ്ട്. എനിക്ക് പല ആളുകളെയും വൈയക്തികമായി അറിയാം. സംഭാഷണ മധ്യത്തിൽ ഇപ്പോൾ ഒരു 10-30 ലക്ഷം രൂപ അത്യാവശ്യം എടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു 22 വയസ്സായ ഒരു മകൾ മരിച്ചുപോയി. 2 മകൾ മരിച്ചുപോയി. അതായത് വളരെ ഒരു അള്ളാഹുവിനെ ഓർമ്മിക്കാതെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ രേഖപ്പെടുത്തിപ്പോയി. മനസ്സിലിങ്ങനെ ആലോചിക്കുകയും ചെയ്യും. ആ മകൾ മരിച്ച ദുഃഖത്തിന് ശേഷം പിന്നെ അദ്ദേഹം നേരെ വന്നിട്ടില്ല എന്നുള്ളത്, മരിക്കുകയാണ് ചെയ്തത്. കുറേ കാലം അങ്ങനെ ജീവനോ ഇവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് മരിച്ചുപോയി. മോശക്കാരനല്ല, നല്ല സത്യവിശ്വാസിയും സാലിഹായ മനുഷ്യനാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ സാലിഹ്യങ്ങളായ ആളുകൾ തന്നെ, സത്യവിശ്വാസികളായ ആളുകൾ തന്നെ നല്ല സൗഭാഗ്യങ്ങൾ കിട്ടുമ്പോൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ ആ നിലയ്ക്കാണ് അതിനെ കാണുക എന്നുള്ളതാണ്. മനുഷ്യന്മാരോടുള്ള പൂർണ്ണമായ സംതൃപ്തിയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് സമ്പത്തും സംവിധാനങ്ങളൊക്കെ അള്ളാഹ് നൽകുന്നതെന്ന് വിചാരിച്ച ഇവിടെയുള്ള നിഷേധികൾക്കാണ് അള്ളാഹ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്.
നിങ്ങൾ നോക്കൂ, ലോകത്തിലെ നിഷേധികൾ കാറോ മുതലാളിക്ക് കൊടുത്ത ആൾക്ക് ബ്രൂണൈ സുൽത്താൻ കൊടുത്തിട്ടില്ല. കാറോ മുതലാളിക്ക് ഭയങ്കരമായ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അധികാര രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ശക്തി കൊടുത്തത് റംസിസ് രണ്ടാമനായിരുന്നു. റംസിസ് രണ്ടാമനെ പോലെ അധികാരം കൈയാളിയ ഒരാൾ ഈ ഭൂമുഖത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ചക്രവർത്തിയും ദുൽഖർണൈനും പോലും ഇല്ല എന്നുള്ളതാണ്. അത്ര അതിശക്തമായ അധികാരത്തിൻ്റെ ആളായിരുന്നു. അപ്പോൾ അള്ളാഹിന്റെ തൃപ്തി അനുസരിച്ചാണ് അധികാരവും സൗകര്യവും സംവിധാനവും സുഖവും ഒക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെയുള്ള ഈ ആളുകൾക്കൊന്നും, നിഷേധികൾക്കൊന്നും ഒരു തുള്ളി വെള്ളം പോലും കിട്ടൂലായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കൊന്നും മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാത്ത എത്രയോ അവസ്ഥയുണ്ട്. പരമദരിദ്ര നാരായണന്മാരായ ആളുകൾ, നല്ല തഖ്വയുള്ള മനുഷ്യന്മാർ. അപ്പോൾ ദുന്യാവിലെ വിഭവത്തിന്റെ തോതനുസരിച്ച് നിങ്ങൾ അള്ളാഹിന്റെ തൃപ്തിയും അതൃപ്തിയും അളക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ യുക്തി അനുസരിച്ച്, പ്ലാൻ അനുസരിച്ച് അവൻ ചെയ്തു കൊടുക്കുന്നതാണ്. ലഭ്യമായവൻ അതുകൊണ്ട് അള്ളാഹു തആല തീരുമാനിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, ലഭ്യമല്ലാത്തവൻ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് സക്കാത്ത് വാങ്ങേണ്ടതെന്നൊന്നും അല്ല പറഞ്ഞത്. ഇല്ലാത്തവൻ വല്ലാണ്ട് ബേജാറാവേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥയിൽ നിലനിർത്തുന്നത്. അപ്പൊ പരീക്ഷണം പല കൊല്ലത്തിലാണ്. ചിലർക്ക് ലോകം കൊണ്ട് പരീക്ഷ, ചിലർക്ക് ബുദ്ധി കൊണ്ട്, ബുദ്ധിമാന്നുള്ള മക്കളുണ്ട് കൊടുത്താൽ എല്ലാ സൗഭാഗ്യം കൊടുത്തു. 2 മക്കൾ ബുദ്ധിമാന്യുള്ളവരായ എല്ലാ മഹാ അനുഗ്രഹങ്ങളും. 2 പെൺകുട്ടികൾ, ഒരുത്തി ഒരാളുടെ കൂടെ കൊണ്ട് ഓടിക്കളഞ്ഞാൽ മതി, കുടുംബത്തോടുകൂടി. എത്ര ആളുകളുണ്ട് വളരെ ഭയങ്കര പ്രതാപശാലിയായി ജീവിക്കുമ്പോൾ മൂത്ത മോള് വേറെ ആളുകളോട് കഴിഞ്ഞ കേസ് എല്ലാം പോയി, അഭിമാനം പോയി, അന്തസ്സും പോയി, എല്ലാം പോയി. അപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത്, ആർക്ക്, എവിടെ, എപ്പോ, എങ്ങനെ, എത്ര, ഏത് അളവിൽ കിട്ടി, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അനുസരിച്ച് പരീക്ഷണാർത്ഥം. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മയിലും തിന്മയിലും നിങ്ങൾക്ക് പരീക്ഷണമുണ്ട്. വഇലൈനാ തുർജഊൻ, നിങ്ങളുടെ മടക്കം നമ്മിലേക്കാണ്. ലതുബ്ലുവന്ന ഫി അംവാലികും വഅൻഫുസികും, ലതുബ്ലുവന്ന ഫി അംവാലികും വഅൻഫുസികും, നിങ്ങളെ ശരീരത്തിലും രോഗം കൊണ്ടും അതുപോലെ അംഫുസ്, പണത്തിലും, പണത്തിന് ഷോർട്ടേജ് വരാം, നഷ്ടം വരാം, അങ്ങനെ വരാം. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും മിനല്ലദീന അശ്റകൂ അദൻ കസീറൻ. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നുള്ള കുത്തുവാക്കുകൾ നിങ്ങൾ ധാരാളം കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളായ ആൾക്കാരിൽ നിന്ന് നിങ്ങൾ കുത്തുവാക്കുകൾ അദൻ കസീറൻ ധാരാളം കേൾക്കേണ്ടി വരും. അത് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ പരീക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്ത് ദീന്, എന്ത് ഇസ്ലാം, ഇതൊക്കെ മഹാപോക്കാണ്, ആളെ പറ്റിക്കാനുള്ളതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇസ്ലാമിന്റെ പേരിൽ ജിഹാദ് എന്ന് പറയാം, ലവ് ജിഹാദ്, റേപ്പ് ജിഹാദ് എന്ന് പത്രത്തിൽ കണ്ടു. റേപ്പ് ജിഹാദ് എന്ന് പറഞ്ഞു പുതിയ ജിഹാദ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ജിഹാദ്. ഇസ്ലാമിനെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാൻ പറ്റുമോ അതെല്ലാം താറടിച്ച് കാണിക്കുന്ന പ്രകോപനപരമായ പലതും അത്തരം ആളുകളിൽ നിന്നുണ്ടാകും. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും മിനല്ലദീന അശ്റകൂ അദൻ കസീറ, നിങ്ങളെല്ലാം കേൾക്കേണ്ടി വരും. അതിൽ നിന്ന് നിങ്ങൾ നാം ഒഴിവാക്കിയിട്ടില്ല, ബേജാറാവേണ്ടതില്ല. കാരണം ഇതെല്ലാം അറിയുന്നവൻ തന്നെയാണ് അവർക്ക് ശ്വാസോച്ഛ്വാസത്തിനുള്ള സൗകര്യം കൊടുക്കുന്നത്. ഇതെല്ലാം അറിയുന്നവൻ തന്നെയാണ് ഭൂമി പിളർത്തി അവരെ താഴ്ത്തിക്കളയാതെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് ഒരു നിശ്ചിത കാലം വരെ. വ്യക്തമായി കാര്യങ്ങൾ അവരുടെ മുന്നിൽ തന്നെ എന്ന് പറഞ്ഞു കൊടുക്കാനാണ് അള്ളാഹു അവന്റെ പ്രവാചകനോട് പറഞ്ഞതാണ് ഖുർആനിലൂടെ നമ്മളോട് അതിനെ എല്ലാത്തിനും ചാടിക്കേറി പ്രതികരിച്ച് കുഴപ്പമുണ്ടാക്കാനും പറഞ്ഞില്ല. ഇതൊക്കെ കേൾക്കുമ്പോ തസ്ബിറു എന്ന് പറഞ്ഞാൽ പ്രതികരിക്കേണ്ട എന്നല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് ഞങ്ങൾ, പരീക്ഷണങ്ങളുണ്ടാകും, വേണ്ട സമയത്ത് ഞങ്ങൾ പ്രതികരിക്കുമെന്നൊക്കെ ഉള്ള ആ ഇസ്ലാമിന്റെ സമീപനത്തിൽ ഉറച്ചു നിൽക്കുക. അതാണ് നിങ്ങൾക്ക് ഉറപ്പിച്ചു വെക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് നാം ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ള ആളുകളെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളെയും നാം പരീക്ഷിക്കും എന്നുള്ളതാണ്. ആ പരീക്ഷണത്തിന്റെ അനന്തരഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടിയും വരുമെന്നുള്ളതാണ്. അപ്പൊ അത് ക്ഷമാപൂർവ്വം തരണം ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയി വിജയിക്കുവാനാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ സഹായം തേടി വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. തഖ്വയുള്ള വസിയത്ത് തന്നെ ഒരു ഓർമ്മപ്പെടുത്തല. ജീവിക്കുന്ന ചുറ്റുപാട്, കാലഘട്ടം, അവിടെയുള്ള പരീക്ഷകൾ, സത്യവിശ്വാസികൾ ആഗോളാടിസ്ഥാനത്തിൽ പരീക്ഷകൾ നേരിടുന്നുണ്ട്. ഒരാളോട് ഇസ്ലാമിനെ കുറിച്ച് ഒരു അടുത്ത സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ശരിയാണ്, പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ ആരുടെ കൂടെയാണ് ഞാൻ കൂടേണ്ടതെന്ന് ആ പറഞ്ഞ ആളോട് അയാൾ ചോദിച്ചു. നിങ്ങൾ തന്നെ ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്, നിങ്ങൾ ആരുടെ കൂടെയാണ് ഞാൻ കൂടേണ്ടത് അതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിം സുഹൃത്ത് സന്ദർഭവശാൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ദൈവം ഒന്നേയുള്ളതൊക്കെ എനിക്കറിയാം, ഇസ്ലാം മോശമല്ല എന്നറിയാം, പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ ആരുടെ കൂടെ ഞാൻ കൂടേണ്ടത്, നിങ്ങളെ കൂടെ കൂടണോ അതേ അപ്പുറത്ത് അവരോടെ കൂടണം. അപ്പോൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫേസ് ചിത്രം മറ്റുള്ളവർക്ക് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസികൾ തന്നെ പരസ്പരം പോരടിക്കുന്ന ഒരു ചുറ്റുപാട് സാഹചര്യമുണ്ട്. അപ്പോൾ സത്യവിശ്വാസിയായി ജീവിക്കുക തന്നെ വലിയൊരു പരീക്ഷണമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരാൾ നല്ല താടി വെച്ച് പോയാൽ, തൊപ്പി വെച്ച് നടന്നാൽ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഓഫീസിൽ ബുർഖ ധരിച്ചാൽ പുറത്താക്കുന്ന ഓഫീസർമാരുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ച് പോയപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പല ഓഫീസുകളിലും മുസ്ലിം പേര് നോക്കിയിട്ട് ലിസ്റ്റിൽ നിന്ന് വെട്ടിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, ജോലിയിൽ നിന്ന് പിരിച്ചിട്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. മുസ്ലിം ആയതിൻ്റെ പേരിൽ മിലിറ്ററിയിൽ ഒരാൾ ട്രാൻസ്ഫർ ചോദിച്ചിട്ട് കുറേ കാലം ട്രാൻസ്ഫർ ചോദിച്ചിട്ട് കൊടുക്കാത്തപ്പോൾ അയാളൊരു ഹിക്മത്ത് പ്രയോഗിച്ചൊരു തമാശ ഉണ്ട്. ഒരു ദിവസം ക്യാപ്റ്റൻ്റെ മുറിയിൽ എൻ്റെ പുറത്തു നിന്നുകൊണ്ട് വാങ്കുളിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു പറഞ്ഞു. മറ്റാൾ വെച്ച് അവനോടെ ട്രാൻസ്ഫർ ചെയ്തളയാൻ ഇവിടെ വാങ്കുളിച്ചോണ്ടേ ആരോ അവനടുത്ത് പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞു. ഒരാളുടെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയതാ എന്ന് പറഞ്ഞാൽ അതുപോലും ബാങ്ക് കേൾക്കുന്നത് അസഹനീയമത ഉണ്ടാക്കുന്നു. മൈക്ക് വെച്ച് വാങ്കുളിക്കുന്നു. ഇത്രയും മൈക്ക് ബാങ്ക് വിളിക്കണോ എന്നുള്ളത് അല്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. ലൗഡ് സ്പീക്കറിൽ എന്തിനാണ് ഈ നാട്ടുകാരെ മുഴുവൻ ഇടക്കാറാക്കി ബാങ്ക് വിളിക്കണം? ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെയുള്ള പള്ളിയിൽ പോയാൽ ലൗഡ് സ്പീക്കർ വെച്ച് ആവശ്യമില്ല, ബോക്സൊക്കെ വിളിച്ചാൽ മതി. നമ്മളും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സത്യവിശ്വാസിയായി ജീവിക്കുക എന്നത്, സത്യവിശ്വാസത്തിൻ്റെ അലാമത്തുകളുമായി നടക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ ബുർഖയും മക്കനെയൊക്കെ വന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു 10-30 കൊല്ലം മുമ്പ് നേരിട്ട് അനുഭവസ്ഥനാണ്. ബസ്സിലോ പെങ്ങളെയോ ഉമ്മയോ ഭാര്യയോ കൊണ്ട് സഞ്ചരിക്കുമ്പോൾ പിന്നാലെ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ കളിയാക്കും. കാര്യം നമ്മൾ മക്കനിട്ട് പോകുന്നു. അവിടെ അത് അപൂർവ സംഗതികളായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ അലാമത്തുകൾ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ ഇഷ്ടപ്പെടാത്ത മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ വളരെ കരുതലോടുകൂടി, അല്ലാഹ് അറിയാതെ ഒന്നുമല്ലല്ലോ ഈ കാലഘട്ടവും നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. പടച്ചവന് നല്ല ബുദ്ധിയുണ്ട്, അറിയുകയും ചെയ്യാം. അപ്പം നമ്മളെ ശരിക്കും പരീക്ഷിച്ച് നോക്കുക. ഏത് ദുർഘട സാഹചര്യത്തിലും ഇസ്ലാമിനെ പ്രതികരിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെയുള്ള ജനതയാണോ നിങ്ങൾ? അതല്ല ചെന്നിടത്ത് ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെന്നാൽ നടക്കണ്ടെന്ന് നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ജീവിതം കൊളാക്കിയാൽ നമുക്ക് പോയി. അത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ശരിക്കും വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം വയലമന്നല്ലാഹു അല്ലദീന സദഖു വയലമന്നൽ കാദിബീൻ. നിങ്ങളെ മുമ്പുള്ള ആളുകളെ നാം പരീക്ഷിച്ചത് ഈ സത്യവിശ്വാസത്തിൽ സത്യം പറഞ്ഞവരാരാണ്, കള്ളന്മാരാരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. വളരെ നല്ല രസകരമായ ഒരു അവതരണമാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ കള്ളന്മാരാരാണ് സത്യവാന്മാരാരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി തിരിച്ചറിയുന്നവരാരാണ്. അം ഹസിബല്ലദീന യഅമലൂന സയ്യാഅതി അൻ യസ്ബിഖൂന സാഅ മാ യഹ്കുമൂൻ. തെറ്റ് ചെയ്ത് മോശത്തരം ചെയ്ത് പാപങ്ങൾ ചെയ്ത് കൂട്ടുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ നമ്മളെ മറികടന്നുകൊണ്ട്
പൊയ്ക്കളയാമെന്ന്. അങ്ങനെയാണെങ്കിൽ വളരെ മോശമായ ചീത്തയായ ഒരു വിധിയാണ് അവരുടെ മനസ്സ് അവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് അവസാനം മൻകാന യർജൂ ലിഖാ അല്ലാഹി ഫഇന്ന അജലല്ലാഹി ലാത്തിൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യാത്രയാണല്ലോ നിങ്ങൾ. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചാൽ, ലിഖാഇന് ആഗ്രഹിച്ചാൽ, ദിവ്യദർശനത്തിന് ആഗ്രഹിച്ചാൽ ആ നിശ്ചിതമായ സമയം വരിക തന്നെ ചെയ്യും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത പ്രമുഖമായ ഒരു ഹദീസ്, അള്ളാഹുവിനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ അവനെ കാണാൻ അള്ളാഹും ഇഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കാണണ്ട, അല്ലെ വെറുപ്പ്, ആർക്കെങ്കിലും ഒരു വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവനെ കാണാൻ അള്ളാഹുവിന് വെറുപ്പായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി പറഞ്ഞു. അപ്പോൾ ഈ നിഷേധം, അതായത് അള്ളാഹുവിനെ കാണണ്ട എന്ന് തീരുമാനിക്കണമെന്ന വ്യക്തമായ സത്യനിഷേധമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ സത്യവിശ്വാസത്തിന്റെ വീതിയിലുള്ള പ്രയാണത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നത് അള്ളാഹുവിന്റെ അടുത്താണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ വൈതരണികളെ അതിജയിച്ചുകൊണ്ട്, പ്രയാസങ്ങളെ നേരിട്ടുകൊണ്ട്, ബുദ്ധിമുട്ടുകളെ എതിരിട്ടുകൊണ്ട്, പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടെ തരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ പോകുന്നത് ധീരമായ ജിഹാദാണ്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ സമുദായത്തിനൊന്നും പറ്റൂല, ദീനിനും അള്ളക്കൊന്നും പറ്റൂല. അതെടുത്ത് പറയും, ഒമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി. ആരെങ്കിലും ജിഹാദ് ചെയ്യുകയാണെങ്കിൽ, ജിഹാദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വാളെടുത്ത് വെട്ടലല്ല, അത് ഖിതാൽ ഗസ്വത്തൊക്കെയാണ്. അതായത് എല്ലാ തരത്തിലുള്ള ത്യാഗപരിശ്രമങ്ങൾ ആരെങ്കിലും അവന്റെ നന്മയ്ക്ക് വേണ്ടി അനുഷ്ഠിക്കുകയാണെങ്കിൽ ഫലിനഫ്സിഹി, അത് അവന് വേണ്ടി തന്നെയാണ്. ഒരു കാര്യം കൂടി പിൻകൂറിയായി പറഞ്ഞു, ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹ് മാലോകരുടെ ഒരു സഹായവും ആവശ്യം വേണ്ടാത്ത പരമമായ പരാശ്രയരഹിതനാണ്. ഇത് പടച്ചവൻ പറഞ്ഞു തരുമ്പോ, പ്രവാചകനെ ഇത് പഠിപ്പിക്കുമ്പോ പ്രവാചകൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് മര്യാദയ്ക്ക് വസ്ത്രം എടുക്കാതെ, നല്ല വീട്ടിൽ താമസിക്കാതെ, നല്ല വാഹനത്തിൽ സഞ്ചരിക്കാതെ നിങ്ങളുടെ ഇടയിൽ ജീവിച്ച് ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ അള്ളാഹ്ക്ക് എന്തോ അത്യാവശ്യമായ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ആരും ധരിച്ചു വശാവേണ്ടട്ടോ. ഇതെല്ലാം മെമ്പറിൽ നിന്ന് പ്രസംഗിച്ചു വരുമ്പോ, അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതുമ്പോ, അല്ലെങ്കിൽ നേതാക്കന്മാർ ക്ലാസ് എടുക്കുമ്പോൾ അവർക്കെന്തോ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്നാരും ധരിച്ചു വശാവേണ്ടതില്ലോ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ കൃത്യമായി വിവരം നമ്മളോട് പറയാ, ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹ്ക്ക് ആരുടെ ആവശ്യമൊന്നുമില്ല, ഒരു സഹായവും വേണ്ടതില്ല. എല്ലാ മനുഷ്യരും അല്ലാഹു ഗനിയ്യുൻ അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, അള്ളാഹു സ്വയം പര്യാപ്തനാണ്, പരാശ്രയരഹിതനാണ്. നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ സഹായം ആവശ്യമുള്ളവരാണ്. അങ്ങനെ ജീവിത വഴിത്താരയിലുണ്ടാകുന്ന പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നിരന്തരമായി നിരാശപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കാനാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്തിഗ്ഫാറും തൗബയും നമസ്കാരവും ദിക്റും സലാത്തും ദുആയും ഒക്കെ ആയിട്ട് അള്ളാഹുവിലേക്ക് പോകും. അറഫ ദിനം കഴിഞ്ഞ് നാട്ടിലെ ആളുകൾ വരുന്നു, നമ്മൾ കാണാനൊക്കെ പോകുന്നുണ്ട്. ഹജ്ജിന്റെ ആത്മാവിനെ സംബന്ധിച്ച് അത്തരം ആളുകളോട് സംസാരിക്കുന്നു. അവരുടെ ശേഷിച്ച ജീവിതം അവരനുഭവിച്ച ആ ഉന്നതമായ ആ ലെവലിലേക്ക് ആളുകളെ നയിച്ചു കൊണ്ടുവരാനും പ്രയോജനപ്പെടുത്താൻ പര്യാപ്തമായ സംഭാഷണങ്ങൾ നടത്തണം. അല്ലാതെ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം വാങ്ങി വലിച്ച് അത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ഹജ്ജിന് വന്ന ആളുകളെ സന്ദർശിക്കാൻ പോകുന്നതൊക്കെ, പോയി വന്ന ആളുകളെ സന്ദർശിക്കാൻ പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതായിരിക്കണം അവിടെ നമ്മളെ ഉദ്ദേശം. ഹജ്ജിന് എല്ലാവരും നേടി പോകാത്തവർക്ക് വീണ്ടും അങ്ങോട്ട് പോകാനുള്ള ഒരു താല്പര്യവും തൃഷ്ണയും ഒക്കെ ഉണ്ടാവണം. ചുറ്റുപാടുകളിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലുമൊക്കെ ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ, ഹജ്ജ് ചെയ്തവന്റെ ഹജ്ജ് ഉപയോഗപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത്. എല്ലാ തരത്തിലും എപ്പോഴും ഏതു തരത്തിലും പരീക്ഷണം വന്നേക്കാം എന്ന ഒരു കരുതൽ, ആ കരുതലാണ് നമ്മുടെ തഖ്വയുടെ ഭാഗം. ആ കരുതലുണ്ടാവുന്ന സത്യവിശ്വാസയുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവൻ നൽകണേ തമ്പുരാനെ. ഹജ്ജ് അനുഷ്ഠിച്ചു വന്ന എല്ലാ ആളുകൾക്കും അത് സ്വീകാര്യോഗ്യമായ ഒരു ഹജ്ജാക്കി മാറ്റി കൊടുക്കണേ തമ്പുരാനെ.
അതിൻ്റെ അനന്തരഫല നാട്ടിലുടനീളം ഉണ്ടാവാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അഭിമാനപൂർവ്വം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങൾ കഴിയാത്ത പരീക്ഷണങ്ങൾ നീ വെച്ച് പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾ കഴിയാത്തൊരു പരീക്ഷവും ഞങ്ങളുടെ മേൽ നീ ഏർപ്പെടുത്തല്ലേ തമ്പുരാനെ. എല്ലാ പരീക്ഷണങ്ങളെയും ക്ഷമയോടെ തരണം ചെയ്ത് വിജയിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാഥ, സന്താനങ്ങളും സമ്പത്തുകളിലും നന്മ ലഭിച്ചു തരണേ നാഥ. എപ്പോഴും നീ സ്മരിച്ചു ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അനാവശ്യങ്ങളിൽ നിന്നും പൈശാചികങ്ങളിൽ ഞങ്ങളെ നീ ദൂരത്താക്കി നടത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണേ നാഥ. പ്രാർത്ഥനാ നിരതമായൊരു ജീവിതം തരണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളൊക്കെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. നാഥ, മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ നാഥ. ഞങ്ങളെ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ. തട്ടിക്കളയാതെ സ്വീകരിക്കണേ നാഥ. ഇതിന് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.